നമസ്കാരം. പ്രധാന വാർത്തകൾ. ചുരം കയറുന്നവർ ശ്രദ്ധിക്കുക. ഗതാഗത നിയന്ത്രണം. താമരശ്ശേരി ചുരത്തിലെ വളവുകൾ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി മുറിച്ചിട്ട മരങ്ങൾ ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചുരത്തിലെ വാഹന ഗതാഗതം നിയന്ത്രിക്കും. വെള്ളിയാഴ്ച ഏർപ്പെടുത്തുന്ന ഗതാഗത നിയന്ത്രണത്തിൽ നിന്ന് പൊതുഗതാഗതം ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും ബസ്സുകൾ നിയന്ത്രിച്ചായിരിക്കും കടത്തിവിടുക. അതിനാൽ ജോലി, ആശുപത്രി ആവശ്യാർത്ഥം യാത്ര ചെയ്യുന്നവർ വളരെ നേരത്തെ തന്നെ ചുരം കടന്നു പോകാൻ പാകത്തിൽ യാത്ര ക്രമപ്പെടുത്തണം. മണ്ണിടിച്ചിൽ കാൽ നഷ്ടമായ സന്ധ്യയ്ക്ക് കൃത്രിമ കാൽ നൽകാമെന്ന മമ്മൂട്ടി. വീടും നൽകും. അടിമാലി മണ്ണിടിച്ചിൽ ഗുരുതരമായി പരിക്കേറ്റ് കാൽ നഷ്ടമായ സന്ധ്യയ്ക്ക് കൃത്രിമ കാൽ നൽകാമെന്ന മമ്മൂട്ടി. സന്ധ്യയുടെ സുഖവിവരം അറിയുന്നതിനായി മമ്മൂട്ടി ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് സഹായ വാഗ്ദാനം നൽകിയത്. സന്ധ്യയുടെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ അദ്ദേഹം നേരത്തെ തന്നെ ചികിത്സാ ചെലവുകൾ പൂർണ്ണമായും ഏറ്റെടുത്തിരുന്നു. കോളിന് തൊട്ടു പിന്നാലെ കൃത്രിമക്കാൽ വെക്കുന്നതിന് വേണ്ട സഹായം നൽകാൻ മമ്മൂട്ടി നിർദ്ദേശം നൽകി. ചികിത്സയെക്കുറിച്ചുള്ള സുഖവിവരം അറിയുന്നതിനായിരുന്നു മമ്മൂട്ടിയുടെ വീഡിയോ കോൾ. അതിർത്തി തർക്കം. അയൽവാസി കമ്പിവടി കൊണ്ട് തലക്കടിച്ച കർഷകൻ മരിച്ചു. തൃശൂർ നെടുപുഴയിൽ തലക്കടിയേറ്റ കർഷകൻ മരിച്ചു. വടൂക്കർ സ്വദേശി സന്തോഷാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കോൾപ്പാടത്തെ അതിർത്തി തർക്കത്തിനിടെ അയൽവാസി കമ്പിവടി കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. അയൽവാസിയായ ഗണേശാണ് തലക്കടിച്ചത്. ഇയാൾ റിമാൻഡിലാണ്. 2 ദിവസം മുമ്പാണ് സംഭവം ഉണ്ടായത്. BJP സ്ഥാനാർത്ഥി സദാനന്ദൻ വാഴപ്പുള്ളിയുടെ സഹോദരനാണ് മരിച്ച സന്തോഷ്. പത്തനംതിട്ടയിൽ 40-കാരിക്ക് വെട്ടേറ്റു. ആക്രമിച്ചത് സുഹൃത്തെന്ന് വിവരം. പത്തനംതിട്ട കൂടൽ ഇഞ്ചപ്പാറയിലാണ് സംഭവം. ഇഞ്ചപ്പാറ സ്വദേശി റിനിക്കാണ് വെട്ടേറ്റത്. റിനിയുടെ സുഹൃത്തായ ബിനുവാണ് ആക്രമിച്ചത്. രാത്രി 8 മണിയോടെയാണ് സംഭവം. മകനോടൊപ്പം സ്കൂട്ടർ വരവെ വീടിന്റെ ഗേറ്റിനടുത്ത് വെച്ചാണ് റിനിക്ക് വെട്ടേറ്റത്. കഴുത്തിലും തലയിലും ദേഹത്തും വെട്ടേറ്റ റിനിയെ കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. മുൻമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ G. സുധാകരനെ സന്ദർശിച്ച പിണറായി വിജയൻ. ആലപ്പുഴ പറവൂരിലെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം. വീട്ടിലെ ശുചിമുറിയിൽ വീണ് കാലിന് പരിക്കേറ്റ് വിശ്രമത്തിൽ കഴിയുകയാണ് G. സുധാകരൻ. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ, അമ്പലപ്പുഴ MLA H. സലാം തുടങ്ങിയ CPM നേതാക്കളും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കൊല്ലത്തെ പരിപാടി കഴിഞ്ഞ് എറണാകുളത്തേക്ക് പോകവെയായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദർശനം. G. സുധാകരന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കി മുഖ്യമന്ത്രി എറണാകുളത്തേക്ക് മടങ്ങി.